ഹലോ, ഇന്ന് ഒരു വൈറ്റ് ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല കിഡ്ലൻ കോമ്പിനേഷനാണ് ഈ ഒരു വൈറ്റ് ചിക്കൻ കുറുമ. വൈറ്റ് ചിക്കൻ കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൻ്റെ അളവിലാണ് ഞാൻ മറ്റുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഒക്കെ മെഷർമെൻറ്റ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് സവോള, വെളുത്തുള്ളി, ഇഞ്ചി. അപ്പോൾ ഒരു 1.5 സവോള എടുത്തു വെക്കണം, വെളുത്തുള്ളി എടുത്ത് വെക്കണം, ഇഞ്ചി വേണം. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമ്മൾ സാധാരണ ചിക്കൻ കറിക്ക് എടുക്കുന്ന അതേ അളവിൽ തന്നെ നമുക്ക് എടുക്കാം. സവോള കുറച്ച് കുറവെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് സവോള ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്കിത് അരച്ചെടുക്കാൻ പറ്റും. ഇനി നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കണം. കാരണം സവോളയിൽ നിന്നുള്ള വെള്ളം മതിയാവും നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു അരപ്പൊന്ന് മാറ്റി വെക്കാം. പിന്നെ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് ബദാമും ചെറുകിയ നാളികേരമാണ്. ഒരു 12 ബദാം വെള്ളത്തിലിട്ടൊന്ന് കുതിർത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 വലിയ ടേബിൾ സ്പൂണോളം നാളികേരം ചെറുകിയതുമാണ് പിന്നെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഇത് രണ്ടും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മിക്സിയിൽ ഒരു ചെറിയ ജാറിലേക്ക് നമുക്കിത് രണ്ടും ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ ഒരു ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമുക്കത് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു മിക്സ്. ചിക്കൻ കറി വെക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ച് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. നിങ്ങൾക്ക് വെളിച്ചെണ്ണയിൽ വേണമെന്നുണ്ടെങ്കിലോ ഓയിലിൽ വേണമെന്നുണ്ടെങ്കിലോ ഇത് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുകപ്പട്ട, ഒരു കറുത്ത ഏലക്കായ, അത് ഓപ്ഷണലാണ്. പിന്നെ കുറച്ച് കറിയാമ്പൂ, സാധാരണ ഏലക്കായ, 2 ബേ ലീഫ്. ഇത്രയും ആണ് ഞാൻ ഹോൾ സ്പൈസസ് ആയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ആ എണ്ണയിലിട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് കുറച്ച് സാജീരകം, നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർക്കുന്ന കുഞ്ഞു ജീരകം ഉണ്ടല്ലോ, സാജീരകം, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി സാജീരകം നമുക്ക് 1 ടേബിൾ സ്പൂൺ വരെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. കാരണം ഇതിൻ്റെ ടേസ്റ്റ് ഇത്തിരി ഒന്ന് മുന്നിലേക്ക് നിൽക്കണം. അപ്പോൾ സാജീരകത്തിൻ്റെ അളവ് ഇത്തിരി കൂടുതൽ ആയിട്ട് തന്നെ നമുക്ക് എടുക്കാം. ഇനി ഇതൊക്കെ നന്നായി മൂത്ത ആ ഒരു സ്മെല്ല് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള സവോള, ഇഞ്ചി, വെളുത്തുള്ളിയുടെ ആ ഒരു പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയിട്ട് എടുക്കണം. പിന്നെ നമ്മുടെ ഈ ഒരു സവോള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇതുണ്ടല്ലോ, അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതുപോലെ പച്ചമുളക് ഒന്ന് 2ആക്കി കീറിയിട്ടും ഇട്ട് കൊടുക്കണം. പച്ചമുളക് നമ്മൾ എരിവിന് ആവശ്യമായിട്ടുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. കാരണം നമുക്ക് മെയിനായിട്ട് ഈ ഒരു കറിയിലേക്ക് പച്ചമുളകിൽ നിന്നാണ് എരിവ് വരുന്നത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റാം. നമ്മൾ സാധാരണ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബ്രൗൺ ആയിട്ടൊന്നും ഇത് വഴറ്റി എടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് നന്നായിട്ടൊന്ന് മാറി വന്നാൽ മതി. പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ എരിവ് ടേസ്റ്റ് അനുസരിച്ചിട്ട് വേണം കേട്ടോ ഇതിൽ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഈ 2 പൊടികളുടെയും ഒന്ന് പച്ചമണം ഒന്ന് നന്നായിട്ട് മാറി വരട്ടെ. പച്ചമണം മാറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കഴുകി വെള്ളം കളഞ്ഞു വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. പിന്നെ ചിക്കൻ ഈ ഒരു കറിയിലേക്ക് എപ്പോഴും നല്ലത് ചെറിയ പീസസാക്കി കട്ട് ചെയ്യുന്നതാണ് കേട്ടോ. വലിയ പീസസിനെക്കാട്ടും ഈ കറിയിലേക്ക് ചെറിയ പീസസ് ചിക്കനാണ് കുറച്ചും കൂടി നന്നാവുന്നത്. ഇനി നമുക്ക് ഒന്ന് ആ ചിക്കനും ആ ഒരു മസാലയൊക്കെ നന്നായി മിക്സാക്കിയ ശേഷം ഇതുപോലെ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഒന്ന് 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാം. 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ നിങ്ങളിപ്പോൾ മൂടി തുറന്ന് കാണിച്ചു തരാം. നമ്മളിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ചിക്കനിൽ നിന്ന് തന്നെയുള്ള വെള്ളമൊക്കെ ഇറങ്ങി വന്ന് ചിക്കനൊക്കെ 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ചിക്കൻ ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ തന്നെ ഞാൻ ഉപ്പും ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. അത് നിങ്ങളെ കാണിക്കാനായിട്ട് വിട്ടുപോയതാണ്. അപ്പോൾ ചിക്കനും ചേർക്കുന്നതിൻ്റെ ഒപ്പം നമുക്ക് ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ആ സമയത്ത് നമുക്കിതിലേക്ക് ചേർത്തിട്ട് വേണം നമ്മൾ ചിക്കൻ വേവിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബദാമിൻ്റെയും നാളികേരത്തിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ആ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ആ കുറച്ച് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് ഈ ഒരു സമയത്ത് എത്രയാണോ നമുക്ക് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതായത് നമുക്ക് ഗ്രേവിയുടെ തിക്നെസ് വേണ്ടതിനേക്കാട്ടും കുറച്ചും കൂടി ലൂസായിട്ടായിരിക്കണം നമ്മൾ ഈ സമയത്ത് വെള്ളം ഇരിക്കേണ്ടത് കേട്ടോ, വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുള്ള വെള്ളമോ ഇളം ചൂടുള്ള വെള്ളമോ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്, അല്ലാതെ പച്ചവെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒരു
10 മിനിറ്റ് ഒന്ന് കിടന്ന് നന്നായി ഒന്ന് തിളക്കട്ടെ. അപ്പോൾ ആ ചിക്കനും ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ബദാമിൻ്റെയും ആ നാളികേരത്തിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റൊക്കെ ഒന്ന് എല്ലാതും കൂടി ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്തിട്ട് വരും. ചിക്കനൊക്കെ വെന്ത് നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഗ്രേവി ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ആക്കാം, കാരണം ഇരുന്നത് ഒന്നും കൂടി ഒന്ന് കുറുക്കും. അതുപോലെ തന്നെ എരിവ് നോക്കുക, എരിവ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നമുക്ക് തീ ഓഫാക്കിയ ശേഷം ഇതുപോലെ ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില വളരെ കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയിട്ടാണ്, കാരണം മല്ലിയില ടേസ്റ്റ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ബദാമിൻ്റെ ആ ഒരു ക്രീമി ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. അപ്പോൾ കുറച്ച് മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ഇതുപോലെ ബദാമിൻ്റെ ചെറിയ പീസസ് ഒന്ന് ഇത്തിരി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അത് ഓപ്ഷണലാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി കാഷ്യൂസ് ഇതുപോലെ നമ്മൾ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാവുന്ന ഒരു വൈറ്റ് ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് നോക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും. മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് ഞാൻ വീണ്ടും വരാം. താങ്ക് യു സോ മച്ച്. ടിൽ ദെൻ, take care. Bye bye.